Fairest of all the earth beside, cheapest of all nothing but bright. Psalm 36. ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ആരാധനയ്ക്ക് സഹായകരമായ ഒരു വേദഭാഗം വായിക്കാൻ ആഗ്രഹിക്കുകയാണ്. സങ്കീർത്തനം 8-ൻ്റെ 1 മുതൽ 9 വരെയുള്ള വാക്യങ്ങൾ. Psalm 8 verse 1-9. We'll read from Psalm 8. ഞങ്ങളുടെ കർത്താവായ യഹോവേ, നിൻ്റെ നാമം ഭൂമിയിലൊക്കെയും എത്ര ശ്രേഷ്ഠമായിരിക്കുന്നു. നീ ആകാശത്തിൽ നിൻ്റെ തേജസ് വച്ചിരിക്കുന്നു. നിൻ്റെ വൈരികൾ നിമിത്തം ശത്രുവിനെയും പകയനെയും ഇല്ലാതാക്കുവാൻ തന്നെ. നീ ശത്രുക്കളുടെയും മുലകുടിക്കുന്നവരുടെയും വായിൽ നിന്ന് ബലം നിയമിച്ചിരിക്കുന്നു. നിൻ്റെ വിരലുകളുടെ പണിയായ ആകാശത്തെയും നീ ഉണ്ടാക്കിയ ചന്ദ്രനെയും നക്ഷത്രങ്ങളെയും നോക്കുമ്പോൾ മറ്റേനെ നീ ഓർക്കേണ്ടതിന് അവൻ എന്ത്? മനുഷ്യപുത്രനെ സന്ദർശിക്കേണ്ടതിന് അവൻ എന്തുമാത്രം? നീ അവനെ ദൈവത്തേക്കാൾ അല്പം മാത്രം താഴ്ത്തി തേജസ്സും ബഹുമാനവും അവനെ അണിയിച്ചിരിക്കുന്നു. നിൻ്റെ കൈകളുടെ പ്രവൃത്തികൾക്ക് നീ അവനെ അധിപതിയാക്കി സകലത്തെയും അവൻ്റെ കാൽ കീഴെ ആക്കിയിരിക്കുന്നു. ആടുകളെയും കാളകളെയും എല്ലാ കാട്ടിലെ മൃഗങ്ങളെയും ഒക്കെയും ആകാശത്തിലെ പക്ഷികളെയും സമുദ്രത്തിലെ മത്സ്യങ്ങളെയും സമുദ്ര മാർഗങ്ങളിൽ സഞ്ചരിക്കുന്ന സകലത്തെയും തന്നെ. കർത്താവായ യഹോവേ, നിൻ്റെ നാമം ഭൂമിയിലൊക്കെയും എത്ര ശ്രേഷ്ഠമായിരിക്കുന്നു. ഈ സങ്കീർത്തന ഭാഗത്തിൽ നാം ഈ വായിച്ച സങ്കീർത്തന ഭാഗത്തിൽ പ്രധാനമായും നാം ഇന്നായിരിക്കുന്ന അവസ്ഥയെപ്പറ്റി ചില വാക്യങ്ങൾ പ്രത്യേകമായി എടുത്ത് പറയുന്നതായി നമുക്ക് കാണാൻ കഴിയും. In the psalm that we read this morning, there are specific verses that call out to our condition. അതിൻ്റെ 5-6 വാക്യങ്ങൾ നമുക്ക് ഒരിക്കൽ കൂടി വായിക്കാം. We'll read verses 5 and 6 once more. For you have made him a little lower than the angels, and you have crowned him with glory and honor. You have made him to have dominion over the works of your hands. You have put all things under his feet. ഇവിടെ നാം വായിച്ചത് നമ്മെ ദൈവത്തേക്കാൾ അല്പം മാത്രം താഴ്ത്തി തേജസ്സും ബഹുമാനവും അണിയിച്ചിരിക്കുന്നു എന്നാണ് നാം വായിച്ചത്. You see here that God created us a little lower than him, but he has crowned us with glory and honor. യഹോവയുടെ പ്രവർത്തികളെ നാം ഓർക്കുകയാണെങ്കിൽ നമുക്ക് യാതൊരു വിധത്തിലും അതിന് യോഗ്യതയുള്ളവരായിരുന്നില്ല നാം. If we reflect upon the glorious works of our God, we'll understand that we are not worthy of what he has done for us. നമ്മുടെ വായിച്ചു, മർത്യനെ നീ ഓർക്കേണ്ടതിന് അവൻ എന്തുമാത്രം, മനുഷ്യപുത്രന്മാരെ സന്ദർശിക്കേണ്ടതിന് അവൻ എന്തുമാത്രം. In verse 4 we read, what is man that you are mindful of him,
and the Son of Man that you visit him. എന്നാൽ അവൻ നമ്മെ ദൈവത്തെക്കാൾ അല്പം മാത്രം താഴ്ത്തി തേജസ്സും ബഹുമാനവും അണിയിച്ചിരിക്കുന്നു എന്നാണ് നാം വായിച്ചത്. And we read that he has made a little lower than the angels and he has crowned us with his glory and honor. ഇതുള്ള ബന്ധത്തിൽ നമുക്ക് ഉൽപ്പത്തി പുസ്തകം 1:26 മുതൽ 28 വരെയുള്ള വാക്യങ്ങൾ കൂടി വായിക്കാം. We'll also read Genesis chapter 1 verse 26 to 29. 26 to 29. Genesis chapter 1 verses 26 to 29. Then God said, "Let us make man in our image according to our likeness. Let them have dominion over the fish of the sea, over the birds of the air, and over the cattle, over all the earth, and over every creeping thing that creeps on the earth." So God created man in his own image. In the image of God he created him. Male and female he created them. Then God blessed them, and God said to them, "Be fruitful and multiply, fill the earth and subdue it. Have dominion over the fish of the sea, over the birds of the air, and over every living thing that moves on the earth." And God said, "See, I have given you every herb that yields seed, which is on the face of all the earth, and every tree whose fruit yields seed. To you it shall be for food." 28 verse once again. Then God blessed them, and God said to them, "Be fruitful and multiply, fill the earth and subdue it. Have dominion over the fish of the sea, over the birds of the air, and over every living thing that moves on the earth." ദൈവം മനുഷ്യനെ സൃഷ്ടിച്ച് മനോഹരമായ ഒരു പദവി നൽകി അവനെ ഈ ലോകത്തിലുള്ള സർവ്വ സൃഷ്ടിയെ വാഴുവാനായി ദൈവം അവന് അധികാരം കൊടുത്തു എന്നാണ് നമുക്ക് വായിച്ചത്. We hear that verse that God gave this wonderful authority to man to rule over the creation of the hands of God. നിർഭാഗ്യവശാൽ അതവന് അങ്ങനെ ചെയ്യാൻ കഴിഞ്ഞില്ല എന്നാണ് നമുക്ക് തിരുവനന്തപുരത്ത് മനസ്സിലാക്കാൻ കഴിയുന്നത്. But we read that in the scripture we read that the man was not able to fulfill that command. വഴിതെറ്റിപ്പോയി അവന് ദൈവം പറഞ്ഞതനുസരിച്ച് ജീവിക്കാൻ സാധിച്ചില്ല എന്നാണ് നാം ആദാമിന്റെ ഹവ്വയുടെ ജീവിതത്തിൽ മനസ്സിലാക്കാൻ കഴിയുന്നത്. And from the life of Adam and Eve we know that they fell from this command and they were unable to fulfill what God commanded. നമ്മുടെ ആദിപിതാക്കന്മാർ അവിടെ പരാജയമടഞ്ഞു. Our first parents failed in their obedience to God. മനസ്സിലുള്ള ദൈവം, കരുണയുള്ള ദൈവം മനുഷ്യനെ അങ്ങനെ വിടുവാൻ തീരുമാനിച്ചില്ല. But God, who is rich in grace and mercy, he did not forsake man. പരാജയപ്പെട്ട മനുഷ്യനെ വീണ്ടും ചേർക്കുന്നതിനായി ദൈവം ആഗ്രഹിച്ചു തൻ്റെ ഏകജാതനായ മകനെ തന്നെ ഈ ഭൂമിയിലേക്ക് അയച്ച് മനുഷ്യവർഗത്തെ വീണ്ടെടുത്തു എന്നാണ് നാം വചനത്തിൽ മനസ്സിലാക്കുന്നത്. We read from the scripture, in order to restore man from that fallen state, God sent his only begotten son. ആദമിലൂടെ നമുക്ക് നഷ്ടമായത് കർത്താവായ യേശുക്രിസ്തുവിലൂടെ ദൈവം നമുക്ക് വീണ്ടും നൽകി. What man lost in Adam in the Garden of Eden through his son, Lord Jesus Christ was restored to the humanity. നമുക്കിന്ന് സകലവും വാഴുവാനുള്ള രാജപദവി തന്നെ ദൈവം നൽകിയിരിക്കുകയാണ്. And God has given us the authority and the privilege to rule over everything. റോമാലേഖനം 5-ാം അധ്യായത്തിൽ നാം വായിക്കുന്നത് പോലെ ക്രിസ്തുവോ നാം Romans chapter 5. In Romans chapter 5, ക്രിസ്തുവോ നാം പാപികളായിരിക്കുമ്പോൾ തന്നെ നമുക്ക് വേണ്ടി മരിക്കിയാൽ ദൈവം തനിക്ക് നമ്മോടുള്ള സ്നേഹത്തെ പ്രദർശിപ്പിച്ചു എന്നാണ് നമ്മൾ വായിക്കുന്നത്. In Romans chapter 5 we read that God demonstrated his love for us, that while we are yet sinners Christ died for the ungodly. അത് രാജാവായി വാഴുവാൻ തന്നെ അവൻ നമുക്ക് പദവി തന്നിരിക്കുകയാണെന്നാണ് ഇതിൽ നമുക്ക് മനസ്സിലാക്കുന്നത്. And the reason for that was that we could be restored to that position in which God intended man to rule over his creation. തീർച്ചയായിട്ടും നാം ഇന്ന് അവനോടൊപ്പം വാഴുകയാണ്, അവനൊപ്പം നമ്മെ ഇരുത്തിയിരിക്കുകയാണ്. And definitely to this day, this morning, we are seated with him in that position of authority. ഒരിക്കലും അടുത്ത് ചെല്ലുവാൻ കഴിയാത്ത അകലത്തിലായിരുന്ന നമ്മെ അവൻ ചേർത്തുകൊണ്ടു അവനൊപ്പം ഇരുത്തി എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. We can understand that we who were once far away from him, not worthy to come into his presence, he has drawn us to his presence this morning. അകലത്തിലായിരുന്ന നമ്മെ സമീപസ്ഥരാക്കി തീർത്ത് അവനോടൊപ്പം ഇരുത്തിയ ആ ഉന്നത പദവി നമുക്ക് തന്ന ദൈവത്തെ നമുക്ക് വാഴ്ത്തി പുകഴ്ത്താം. We can praise God this morning that we who were once far away from him, he has restored and brought us near to him. തിരുവചനം വളരെ വ്യക്തമായി നമ്മെ പഠിപ്പിക്കുന്നു നാം ഇതിന് യോഗ്യതയുള്ളവരായിരുന്നില്ല എന്നുള്ളത്. The scripture very clearly teaches us that man was not worthy of that. 1 Petrus 2:9 വാക്യത്തിൽ നാം അത് വളരെ വ്യക്തമായി വായിക്കുന്നു. And we read that in the book of 1 Peter. നിങ്ങളോ അന്ധകാരത്തിൽ നിന്ന് തൻ്റെ അത്ഭുത പ്രകാശത്തിലേക്ക് നിങ്ങളെ വിളിച്ചവൻ്റെ സൽഗുണങ്ങളെ ഘോഷിപ്പാൻ തിരഞ്ഞെടുക്കപ്പെട്ട ഒരു ജാതിയും രാജകീയ പുരോഹിത വർഗവുമാക്കി തീർത്തിരിക്കുന്നു. 1 Peter chapter 2 verse 9, but you are a chosen generation, a royal priesthood, a holy nation, his own special people, that you may proclaim the praises of him who called you out of darkness into this marvelous light. തീർച്ചയായും ഇത് നമ്മുടെ ദൃഷ്ടിയിൽ അഗോചരമായിരിക്കുകയാണ്, അത്ഭുതമായിരിക്കുകയാണ് എന്നുള്ളതിന് യാതൊരു സംശയവുമില്ല. This is marvelous in our sight. ഇത്ര അത്ഭുതകരമായൊരു പദവിയിലേക്ക്, ഉന്നതമായൊരു പദവിയിലേക്ക് അടിമകളായിരുന്ന അവസ്ഥയിൽ കഴിയേണ്ട നമ്മെ കൂട്ടിവരുത്തിയ ആ പിതാവിൻ്റെ സ്നേഹത്തെ, ആ പുത്രനിലൂടെ നമ്മളോട് കാട്ടിയ ആ സ്നേഹത്തെ ഓർത്ത് നമുക്ക് ദൈവത്തെ സ്തുതിക്കാം. May we praise God this morning, remembering
the great grace of God and the love that was showered upon us through His Son, through the sending of His Son this morning as we come to praise and ദൈവത്തിൻ്റെ worship. മഹാസ്നേഹത്താൽ അവൻ്റെ കരുണയാൽ നമ്മെ ഇന്ന് അധിപതികളാക്കി തീർത്തിരിക്കുകയാണ്. He has enabled through His Son, through His great love, to restore that position of authority of ruling over His creation. നാം ഓർത്ത പോലെ നമുക്ക് ഒരിക്കലും ആഗ്രഹിക്കാൻ കഴിയാത്തൊരവസ്ഥയിലേക്ക് നമ്മെ കൂട്ടിവരുത്തിയിരിക്കുകയാണ്. We can understand that we have come to a position which we could not have ever imagined or desired for ourselves. ഈ മഹോന്നത പദവി തന്ന ദൈവത്തെ നമുക്ക് നമ്മുടെ ഹൃദയം തുറന്ന് ആരാധിക്കാൻ, സ്തുതിക്കാൻ, വന്ദിക്കാം. അവൻ്റെ പരിനാമം എന്നതിലേക്ക് വാഴ്ത്തപ്പെടുന്നു. These thoughts as they cross our minds, we join our hearts this morning to praise and worship Him through these thoughts. Thank God for giving this opportunity to worship the Lord along with Jesus. In connection to worship, shall we turn to Psalms chapter 139 from verses 13 to 16. Psalms 139 verses 13 to 16. For you have formed my inward parts, you wove me in my mother's womb. I will give thanks to you, for I am fearfully and wonderfully made. Wonderful are your works, and my soul knows it very well. My frame was not hidden from you when I was made in secret, and skillfully wrought in the depths of the earth. Your eyes have formed my inward unformed substance, and in your book were all written, the days that were ordained for me, when as yet there was none, not one of them. Over here we read how fearfully and wonderfully we've been made, that humans still try to comprehend and understand how this body actually works. But if we go and see how God actually created us, we read that the Lord God formed man of dust from the ground and breathed into his nostril the breath of life, and man became a living being. God just had to breathe into us, into dust to form us, and it's been years that humans can't even understand how complicated this body is. But still, although as we were seeing that He had given us the authority over all the creations that He had made, but we still decided to go against this Creator and become His enemies. We were dead in our sins and trespasses when God reached out to us and took us as His children and gave this authority back to us. And now that we sit in front of His presence, let's praise this Almighty Creator and give thanks for what He has done for us. May the Lord's name be glorified. I thank the Lord for the opportunity to come together in His presence to worship His holy name. I am glad to have obeyed the Lord in the water baptism and Christian Brethren Assembly Fellowship last week. And I would like to participate in the table with the fellow believers here. For a time of meditation, can we all turn attention to Psalm 29? Psalm 29. Give unto the Lord, O you mighty ones, give unto the Lord glory and strength. Give unto the Lord glory due to His name. Worship the Lord in the beauty of holiness. The voice of the Lord is over the waters. The God of glory thunders. The Lord is over many waters. The voice of the Lord is powerful. The voice of the Lord is full of majesty. The voice of the Lord breaks the cedars. Yes, the Lord splinters the cedars of Lebanon. He makes them also skip like a calf, Lebanon and Syrian, like a young wild ox. The voice of the Lord divides the flames of fire. The voice of the Lord shakes the wilderness. The Lord shakes the wilderness of Kadesh. The voice of the Lord makes the deer give birth, the strip of the forest bare. And in His temple everyone sees glory. The Lord sits enthroned at the flood, and the Lord sits as King forever. The Lord will give strength to His people. The Lord will bless His people with peace. And the Lord's name glorified. But
20, praise Him, Jesus our blessed Redeemer. Songs of Thanks. Praise Him, Jesus our blessed Redeemer. Sing over this wonderful love proclaim. Hail Him, highest archangels in glory, strength and honor give to His holy name. Like a shepherd, Jesus will guide His children. In His arms He carries them all day long. Glory saints that dwell in the mountains of Zion, praise Him, ever in joyful song. Praise Him, Jesus our blessed Redeemer. For our sins He suffered and bled and died. He our rock, our hope of eternal salvation. Hail Him, Jesus the crucified. Loving Savior, meekly enduring sorrow, crowned with thorns that cruelly pierced His brow. Once for us rejected, despised and forsaken, Prince of glory, ever triumphant now. Praise Him, Jesus our blessed Redeemer. Heavenly portals, loud with hosannas ring. Jesus, Savior, reigneth forever and ever. Crown Him, prophet and priest and king. Death is vanquished, telling with joy faithful, where is now thy victory boasting grave? Jesus lives no longer, thy portals are cheerless. Jesus lives, the mighty and strong to save. അടിവണങ്ങിടുന്നേ.
ദുഃഖമനുഭവിച്ച രക്തം വിയർത്തനീക ദുഃഖമനുഭവിച്ച ചരിതമൊപ്പിടുമ്പോൾ മനമുരുകിടുന്നു പരാ ചരിതമൊപ്പിടുമ്പോൾ മനമുരുകിടുന്നു പരാ അന്നാസു കയ്യവാവൂ കേരോടുമങ്ങു നിന്നെ അന്നാസു കയ്യവാവൂ കേരോടുമങ്ങു നിന്നെ നിന്നിച്ചു പീഡ ചെയ്തതെല്ലാം സഹിച്ചുവല്ലോ നിന്നിച്ചു പീഡ ചെയ്തതെല്ലാം സഹിച്ചുവല്ലോ മറുത്തതില്ലതെല്ലും ഗവർണർ മുമ്പിലും നീ മറുത്തതില്ലതെല്ലും ഗവർണർ മുമ്പിലും നീ വിശിപുലമ്പി ദുഷ്ട ക്രൂശിച്ചിടും പൊഴുതും വിശിപുലമ്പി ദുഷ്ട ക്രൂശിച്ചിടും പൊഴുതും വാശിക്കധീനമായി തീർന്നില്ല നിൻ ഹൃദയം വാശിക്കധീനമായി തീർന്നില്ല നിൻ ഹൃദയം വിമലമതിച്ചെന്നു മുഖം വിളങ്ങി ശാന്തിയാർന്നു വിമലമതിച്ചെന്നു മുഖം വിളങ്ങി ശാന്തിയാർന്നു സൗമ്യമാം സ്വഭാവം നന്നായി പഠിച്ചടിയാ സൗമ്യമാം സ്വഭാവം നന്നായി പഠിച്ചടിയാ വൻ പ്രതികൂലമധ്യമുന്നോട്ടു യാത്ര ചെയ്യുവാൻ വൻ പ്രതികൂലമധ്യമുന്നോട്ടു യാത്ര ചെയ്യുവാൻ തിരുമുഖപ്രകാശം ഞങ്ങൾ കരുളനി സതതം തിരുമുഖപ്രകാശം ഞങ്ങൾ കരുളനി സതതം ലോകൈക സദ്ഗുരുവേ സ്വജീവന കരുവേ ലോകൈക സദ്ഗുരുവേ സ്വജീവന കരുവേ ദാസർക്കഭീഷ്ടമേകും മന്ദാരമാം കരുവേ ദാസർക്കഭീഷ്ടമേകും മന്ദാരമാം കരുവേ തിരുവടി നിയതം ഞങ്ങൾ കരുണമഭയം തിരുവടി നിയതം ഞങ്ങൾ കരുണമഭയം ത്വവിത്വാമുനിയേ ദുഷ്ടലോകശനിയേ ത്വവിത്വാമുനിയേ ദുഷ്ടലോകശനിയേ സത്യവേദാധ്വനിയേ ജീവകമർക്കനിയേ സത്യവേദാധ്വനിയേ ജീവകമർക്കനിയേ കരുണയെങ്കുനിയേ ഞങ്ങൾ വരുന്നിതനിയേ
ചേർക്കുവാൻ മധ്യവാനിൽ വെളിപ്പെടുവാൻ യേശുവാനവാൻ നമ്മെ ചേർക്കുവാൻ മധ്യവാനിൽ വെളിപ്പെടുവാൻ കാലം ആസന്നമായി പ്രിയരേ ഒരുങ്ങാം വിശുദ്ധിയോടെ ആസന്നമായി പ്രിയരേ ഒരുങ്ങാം വിശുദ്ധിയോടെ വേഗത്തിൽ ഇമ്പവിടത് കാണുന്ന മന്നാളിൽ പ്രിയൻ കൊണ്ടുപോകാം വേഗത്തിൽ ഇമ്പവിടത് കാണുന്ന മന്നാളിൽ പ്രിയൻ കൊണ്ടുപോകാം അടിക്കടി ഉയർന്നിടുമ്പോ അടിക്കടി ഉയർന്നിടുമ്പോ യേശുവരാകാലമാ ഒരുങ്ങാം വിശുദ്ധിയോടെ യേശുവരാകാലമാ ഒരുങ്ങാം വിശുദ്ധിയോടെ വേഗത്തിൽ ഇമ്പവിടത് കാണുന്ന മന്നാളിൽ പ്രിയൻ കൊണ്ടുപോകാം വേഗത്തിൽ ഇമ്പവിടത് കാണുന്ന മന്നാളിൽ പ്രിയൻ കൊണ്ടുപോകാം മരണമത് എല്ലാം നീ ഭയപ്പെടാതെ കണ്ണടും മരണമത് എല്ലാം നീ ഭയപ്പെടാതെ ദേഹം മണ്ണോട് ചേർന്നെന്നാലും രൂപാന്തരം പ്രാപിക്കും മണ്ണോട് ചേർന്നെന്നാലും രൂപാന്തരം പ്രാപിക്കും വേഗത്തിൽ ഇമ്പവിടത് കാണുന്ന മന്നാളിൽ പ്രിയൻ കൊണ്ടുപോകാം വേഗത്തിൽ ഇമ്പവിടത് കാണുന്ന മന്നാളിൽ പ്രിയൻ കൊണ്ടുപോകാം ഉയർത്തും വിശുദ്ധരെല്ലാം കാവലനാഥം കേൾക്കുമ്പോ ഉയർത്തും വിശുദ്ധരെല്ലാം കാവലനാഥം കേൾക്കുമ്പോ പാടിടുന്ന മന്നാട് രൂപാന്തരം പ്രാപിക്കും പാടിടുന്ന മന്നാട് രൂപാന്തരം പ്രാപിക്കും വേഗത്തിൽ ഇമ്പവിടത് കാണുന്ന മന്നാട് പ്രിയൻ കൊണ്ടുപോകാം വേഗത്തിൽ ഇമ്പവിടത് കാണുന്ന മന്നാട് പ്രിയൻ കൊണ്ടുപോകാം